കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അയച്ചുതരാന്ന് പറഞ്ഞിനു. അത് ചെയ്ത് നോക്കീനെയോ? നമുക്കെന്നാ അപ്പൊ ചെയ്ത് നോക്കിയാലോ അത്? അത് ചെയ്തിട്ട് പിന്നെ അടുത്തേക്ക് കിടക്കല്ലേ? അല്ലേ നല്ലേ? ഓക്കെ. ഓക്കെ. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കില്ല, നിങ്ങൾക്ക് കാണുന്നില്ലേ? കാണുന്നില്ലേ? എല്ലാവരും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. വീഡിയോ ഓൺ ആക്കൂലേ? ഓക്കെ. അബ്ദുള്ള, അംജദ്, ഓക്കെ. നിങ്ങൾക്ക് കാണുന്നില്ലേ സ്ക്രീന്? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഹലോ, ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കാണില്ലേ? ഓക്കെ. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. 75,000 രൂപ 25 കുട്ടികൾക്ക് വീതം വെച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികൾക്ക് എത്ര രൂപ കിട്ടും? ഇതെങ്ങനെ നമ്മൾ കാണുക? 75,000 റുപ്പീസ് ഒരാളടുത്തുണ്ട്. അത് ഒരു ടീച്ചർ എടുത്ത്. ആ ടീച്ചർ divided by 25. യെസ്, വെരി ഗുഡ്. ആ രൂപനെ എന്തായി? അയാൾ 25 കുട്ടികൾക്ക് 25 സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ അത് ഓരോ സ്റ്റുഡൻസിന് എത്ര കിട്ടിയെന്ന് നമ്മൾ എങ്ങനെ കാണുക? 75,000 ഡിവൈഡഡ് ബൈ 25 ചെയ്യുക അല്ലേ? അപ്പൊ ഇനി ചെയ്ത് നോക്കി. ഓക്കെ, വെരി ഗുഡ്. 75-ൽ എത്ര? 25 ഉണ്ടോ നോക്കാം. 75-ല് 3 25s അല്ലേ? പിന്നെ ഈ 3 ഇട്ട് കൊടുക്കാം. അപ്പൊ 3000. അപ്പൊ 3000 റുപ്പീസ് ആണ് എന്താകുക? ഓരോ കുട്ടികൾക്ക് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യന്. ഈ 3000 റുപ്പീസ് ഓരോരുത്തർക്ക് കിട്ടി. എന്നിട്ട് എന്താക്കി? ഈ ഓരോ കുട്ടികളും 500 രൂപ ബാക്കി എന്തായി? ആ 3000-ന് ചാരിറ്റിക്കും വേണ്ടിയിട്ട് തിരിച്ചു തന്നെ കൊടുത്തു. ടീച്ചർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഇപ്പം എത്ര ക്യാഷ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും? എങ്ങനെ കാണുക? ആ കുട്ടികൾക്ക് 3000 രൂപ കിട്ടി. അതായത് ഈ കുട്ടീന്റെ അടുത്ത് ഇപ്പം 3000 രൂപ ഉണ്ട്. ഈ കുട്ടി എന്താകാണ്? ആ 3000-ന്ന് ഒരു 500 റുപ്പീസ് എന്താകാണ്? ടീച്ചർക്ക് കൊടുക്കുകയാണ്. ചാരിറ്റിക്കും വേണ്ടിയിട്ട് ടീച്ചറുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ 25 സ്റ്റുഡൻസും ഇങ്ങനെ 500 കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ ടോട്ടലായിട്ട് ടീച്ചർക്ക് കളക്ട് ചെയ്യാൻ കഴിയും? അതെങ്ങനെ നമ്മൾ കാണുക? എങ്ങനെ കാണുക അറിയോ? ഇല്ല. ഇത് ഓരോ കുട്ടികൾ കളക്ട് ചെയ്യുന്ന എത്രയാണ്? 500 റുപ്പീസ് അല്ലേ കൊടുക്കുന്നത്? 500 റുപ്പീസ് ഓരോ കുട്ടികളും കൊടുക്കണം. അങ്ങനെ ടോട്ടൽ എത്ര കുട്ടികളാണ് കൊടുക്കുന്നത്? 25 കുട്ടികളാണല്ലേ കൊടുക്കുന്നത്. അപ്പം ഓരോ 25ഉം 500 എണ്ണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ചെയ്താൽ മനസ്സിലാകും? 500-നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടോട്ടൽ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? മനസ്സിലാവില്ലേ? ഓക്കെ. അപ്പൊ അത് ചെയ്ത് നോക്കി. 25-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 2 0 ഇട്ട് കൊടുക്കാം.
25 into 5. 5 into 5 എത്രയാ? 5 into 5 25. yes 25. 5 2. 5 into 2 10. 10 plus 2 12. ഓക്കെ, അപ്പൊ എത്ര ആൻസർ? 125. 125 പിന്നെ ഈ രണ്ട് സീറോയും കൂടെ, അപ്പൊ 12,500 നമുക്ക് കിട്ടും. ഓക്കെ, 125ക്ക് നമ്മളിവിടെ കൂട്ടാതെ വെച്ച രണ്ട് സീറോസ് അല്ലേ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 12,500 റുപ്പീസ്. അപ്പൊ ടോട്ടൽ 25 കുട്ടികളുടെ അടുത്ത് നിന്ന് 12,500 റുപ്പീസ് ആണ് എന്താക്കിയത്, കളക്ട് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമ്മളെ ആൻസർ, ഓരോ കുട്ടികൾക്ക് 3000 രൂപ കിട്ടും. നമ്മൾ 75,000ത്തിന് 25 കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഓരോരുത്തരുടെ അടുത്തും നമ്മൾ 500 വെച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 12,500 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു നമ്പർ ഉണ്ട്. ഒരു നമ്പർ is divided by 35. ആ ഒരു നമ്പറിനെ എന്താക്കിയേക്കാണ്? 35 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം the quotient is 248. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ, quotient പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനല്ലേ നമ്മൾ quotient പറയാ, അല്ലേ? അതെവിടെ ഉണ്ടാവില്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു സംഖ്യ ഇതുണ്ടെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇവിടെ സെഡ്, പിന്നെ ഇവിടെ എൽ. ഇതിലേതാ quotient? എക്സ് ആണോ, വൈ ആണോ, സെഡ് ആണോ, എൽ ആണോ? എവിടെ quotient നമുക്ക് കാണാൻ കഴിയുക? ആൻസർ എവിടെ ഉണ്ടാവുക? മുകളിലെ Z. യെസ്, സെഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഡിനെ നമ്മൾ എന്താക്കി? ആ സെഡിനെ സോറി, ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ക്വോഷ്യന്റ് ആയിട്ട് ഈ സെഡ് ആയിട്ട് നമുക്ക് ഏത് കിട്ടി? 248 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് റിമൈൻഡർ ആയിട്ട്, അതായത് ഈ എല്ലിന്റെ സ്ഥാനത്ത് എല്ലായിട്ട് നമുക്ക് എന്ത് കിട്ടി? 12ഉം കിട്ടി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയെന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ നമ്മൾ 35 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ ആണെന്ത്? 248. പിന്നെ നമ്മൾ റിമൈൻഡർ ആയിട്ടുള്ള 12ഉം. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞ ഈ ഒരു എക്സ് എന്ന് പറയുന്ന നമ്പറാണ്. നമുക്കറിയാം ഏതിൻ്റെയാണോ, ഏതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്പർ ഉള്ളത് നോക്കുമല്ലോ. അതായത് നമ്മളെ ഇവിടെ ഇടുന്ന നമ്പർ, നമ്മളെ ഡിവിഡൻഡ്. ഓക്കെ, മനസ്സിലായോ? അതാണ് നമ്മളെ ഡിവിഡൻഡ് എന്ന് മനസ്സിലായില്ലേ? ഹലോ, ആ ഡിവിഡൻഡിനെ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ പാർട്സുകൾ പറഞ്ഞില്ലേ, അത് കേട്ടില്ലേ എല്ലാരും? നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് ഡിവിഡൻഡ്. ഓക്കെ, ഇത് ഡിവൈസർ. ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതിനെയാണോ, ഏതിൻ്റെ ഉള്ളിൽ നിന്നാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 10ൽ എത്ര 5 ഉണ്ട് നോക്കുകയാണ്, 10ൽ എത്ര 5ആണ് ഉള്ളത് നോക്കുന്നത്. അപ്പൊ ഈ 10 ആണ് എന്ത്? ഇവിടുത്തെ ഡിവിഡൻഡ് എന്നുള്ളത്. എത്ര 5ആണെന്നല്ലേ നമ്മൾ നോക്കണം, അപ്പൊ 5ആണ് ഇവിടുത്തെ ഡിവൈസർ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ 10ൽ എത്ര 5 ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ. 10ൽ എത്ര 5ആണ്? 2 അല്ലേ? 2 × 5 10. അപ്പൊ ഈ 2 എന്നുള്ളതാണ് ഇവിടുത്തെ ക്വോഷ്യന്റ്. ഇതാണ് ഇവിടുത്തെ ക്വോഷ്യന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ 5 × 2 10, പിന്നെ ബാക്കി എത്ര കിട്ടും? 0 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 10 - 10 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും അല്ലേ? ഈ 0 ആണ് ഇവിടുത്തെ റിമൈൻഡർ. ഓക്കെ, ഹലോ, മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മളോട് പൊതുവെ എങ്ങനെയാ ചോദിക്കലേ? നമുക്ക് ഈ ഒരു സംഖ്യ തരും അല്ലെ, നമ്മൾ ഡിവിഡൻഡ് തരും.
276 ഡിവൈഡഡ് ബൈ 25 നമുക്ക് തരും അല്ലേ? എന്നിട്ട് നമ്മളോട് കാണാൻ പറയല് അതിന്റെ കോഷ്യന്റിനെയും അതേപോലെ തന്നെ അതിന്റെ റിമൈൻഡറിനെയാണ്. അങ്ങനെയല്ലേ നമുക്ക് പൊതുവേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവല് അല്ലേ? ഈ 10ന് ഇപ്പൊ 10 ഡിവൈഡഡ് ബൈ 5 ആണെന്നുണ്ടെങ്കിൽ 10ന് 5നെയും തരും. എന്നിട്ട് നമ്മളോട് കാണാൻ പറയല് 2നെയും പിന്നെ അതിന്റെ 0 ആ റിമൈൻഡറിനെയാണ് കാണാൻ പറയല് അല്ലേ? അല്ലേ പൊതുവെ അങ്ങനെയല്ലേ ഉണ്ടാവല്? പക്ഷെ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനില്ലേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും നമുക്കിവിടെ ഡിവിഡൻഡ് തന്നിട്ടില്ല. അതായത് ഏതിനെയാണ് ഡിവൈഡ് ചെയ്യണമെന്ന് തന്നിട്ടില്ല. പകരം നമുക്ക് എന്തിനൊക്കെ തന്നിക്കണ്, എന്നിട്ട് ഡിവൈസറിനെയും തന്നിക്കണ്, അതേപോലെ അതിന്റെ കോഷ്യന്റ് എന്നുള്ളത് ആൻസർ എന്നുള്ളത് 248 ആണെന്നും പിന്നെ 12 എന്നുള്ളത് റിമൈൻഡർ ആണെന്നും തന്നിക്കണ്. ഓക്കെ, അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ഡിവിഡൻഡിനെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 10ന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2 റിമൈൻഡർ 0 എന്ന് വെക്കാം. അതിൽ നമ്മളോട് ഇപ്പൊ പൊതുവേ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് എന്ത് തരും? 10ഉം 5ഉം തരും. ഇവിടെ നമ്മളോട് ഈ 2നെയും 0നെയാണ് കാണാൻ പറയാം. പക്ഷെ ഇവിടുത്തെ നമ്മളെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 തന്നിട്ടില്ല. പകരം 5നെയും 2നെയും 0നെയും തന്നിക്കണം. നമ്മളോട് കാണാൻ പറഞ്ഞ എന്തിനാണ്? 10നെയാണ്, ഡിവിഡൻഡിനെയാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? മനസ്സിലാവാത്ത എന്താ പറയണേ? മനസ്സിലായിക്കണോ? റസീന് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഓക്കെ, അംജദിന് മനസ്സിലായോ? അംജദ് മനസ്സിലായോ? ഒന്നുകൂടെ പറയല്ലേ? ഓക്കെ, നമ്മളെ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് when a number ഒരു നമ്പറിനെ is divided by 35, അതിന് നമ്മൾ എന്തായി 35 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കോഷ്യന്റ് ഈസ് ആൻസർ ആയിട്ട് കിട്ടുന്ന കോഷ്യന്റ് എന്നുള്ളത് 248 ആണ്. അതേപോലെ അതിന്റെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ, ആ ഡിവിഡൻഡ് ഏതാന്ന് നമ്മൾ കാണണം. ആ നമ്പർ ഏതാന്ന് നമ്മൾ കാണണം. ഓക്കെ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കറിയാം പൊതുവെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ഈ ഡിവിഡൻഡിനെ നമുക്ക് തരും, അതേപോലെ ഡിവൈസറിനെ നമുക്ക് തരും. നമുക്ക് തരാത്തത് ഏതായിരിക്കും? കോഷ്യന്റ് ഉണ്ടാവില്ല, റിമൈൻഡർ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ സാധാ ഡിവൈഡ് ചെയ്യുന്ന പോലെയല്ല, ഇത് അതിന് ഡിഫറെന്റ് ആണ്. ഇതിൽ നമുക്ക് കാണേണ്ടത് ഡിവിഡൻഡിനെയാണ്. ഓക്കെ, അത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? റസീൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ തന്നിട്ടുള്ള നമ്പറിന് ആ ഡിവിഡൻഡിനെ കാണണല്ലോ. അപ്പൊ ഇനി ഡിവിഡൻഡിനെ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ അടി കൊടുത്തത്. ഡിവിഡൻഡ് എന്ന് പറയണമെങ്കിൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇപ്പൊ നമ്മളെ ഈ ഒരു എക്സാമ്പിൾ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2 എന്നുള്ള എക്സാമ്പിൾ എടുക്കുകയാണ്. ഇത് എക്സാമ്പിൾ ആട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഇതിലുള്ള ഡിവിഡൻഡ് ഏതാ? 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2. 10നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അതിന്റെ ആൻസർ ആയിട്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2 ആണ്. അപ്പൊ അതിലുള്ള ഡിവിഡൻഡ് ഏതാ? 10 ആണ്. ഓക്കെ, 10നെയല്ലേ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പൊ 10 ആണ് ഇവിടുത്തെ ഡിവിഡൻഡ്. ഇനി ഏതിനെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്, ഏതിനെ കൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത്, അതാണ് നമ്മൾ ഡിവൈസർ. അതേതാണ്? 5 ആണ്. ഓക്കെ, അത് മനസ്സിലായോ? ആ പറഞ്ഞത് മനസ്സിലായോ? ഡിവിഡൻഡ് എന്താന്നും ഡിവൈസർ എന്താന്നും മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് നമ്മളെ ആൻസർ എന്നുള്ളത്, അങ്ങനെ നമ്മൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2 ആണ്. അതാണ് ഇവിടുത്തെ കോഷ്യന്റ് ആൻസർ. ഓക്കെ, അത് മനസ്സിലായോ? അങ്ങനെ 10നെ നമ്മൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അതിന്റെ റിമൈൻഡർ ആയിട്ട് ബാക്കി ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. അതാണ് ഇവിടുത്തെ റിമൈൻഡർ 6 എന്നുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ഡിവിഡൻഡ് നമുക്ക് തന്നിട്ടില്ല.
എക്സ് ആണ്. പകരം നമുക്ക് എന്തുണ്ട്, ഇവിടുത്തെ ഡിവൈസർ ഏതിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് 35 ആണ്. ഓക്കെ, പിന്നെ നമ്മളെ കോഷ്യന്റ് ആൻസർ എന്നുള്ളത് 248 ആണ്. റിമൈൻഡർ എന്നുള്ളത് 12 ആണ്. അതായത് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ നമുക്ക് കാണാല്ല, നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഉള്ളത് 5ന്റെ സ്ഥാനത്തുള്ളതുണ്ടല്ലോ ഡിവൈസർ ആയിട്ട്, അതാണ് ഇവിടുത്തെ 35 എന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മളെ ആൻസർ ആയിട്ട് 2 കിട്ടിയില്ലേ, അത് കോഷ്യന്റ്, അതിന്റെ സ്ഥാനത്താണ് ഇവിടെ 248 എന്നുള്ളത്. പിന്നെ റിമൈൻഡർ 12. ഓക്കെ, ഇപ്പൊ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ഡിവിഡൻഡ് കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് ഡിവൈസറിനെ നമ്മൾ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു ചെയ്യാം. ഇവിടെ പിന്നെ നമ്മൾ റിമൈൻഡറിനെ കൂട്ടുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഡിവിഡൻഡിനെ കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്കുള്ള ഡിവിഡൻഡ് നമുക്ക് അറിയില്ല അല്ലല്ലോ. ഇവിടുത്തെ ഡിവൈസർ ഏതാണ്, നമ്മളെ ക്വസ്റ്റ്യൻറ്റിൽ നമ്മളോട് ഡിവിഡൻഡിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടുത്തെ ഡിവൈസർ ഏതാണ്, 35 ആണോ 248 ആണോ 12 ആണോ? 35. 35. അപ്പൊ 35 ഇൻറ്റു കോഷ്യന്റ് ഏതാ ഇവിടുത്തെ? 248. യെസ്, 248. പിന്നെ അടുത്ത എന്താണ്, പ്ലസ് റിമൈൻഡർ ഏതാണ്? 12. ഓക്കെ, അപ്പൊ പ്ലസ് 12. നമുക്ക് എത്രയാണ് ആൻസർ വരിക, എല്ലാവരും ചെയ്ത് നോക്കി. 35 ഇൻറ്റു 248 പ്ലസ് 12. കിട്ടിയോ? ആയിരത്തി 1984. 1984. 1000 ആണോ? ഒന്നുകൂടെ നോക്കി നോക്കാ. നമുക്ക് ആൻസർ നോക്കട്ടെ, എന്നാല് ശരിയാണോ നോക്കിയാലോ. 8692. ഓക്കെ, നമുക്കിതാ ശരിയാ നോക്കാം. എന്നിട്ട് നമ്മളെ ആൻസർ ആദ്യം നമ്മൾ 35 ഇൻറ്റു 248 പ്ലസ് 12 എന്നുള്ളതിൽ 35 ഇൻറ്റു 248 ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 8680 എന്ന് കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ 12 മുമ്പാട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 8692. യെസ്, 92 എന്ന് കിട്ടും. വെരി ഗുഡ്, സൂപ്പർ. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് 8640 ആണ്. അതിലുള്ള ഒരു നമ്പർ 96 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാ നമ്മളോട് കാണാൻ പറഞ്ഞു. ഓക്കെ, പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യല്, അഡിഷനിലാണോ? അഡിഷനിലല്ല, സബ്ട്രാക്ഷനിലാണോ? സബ്ട്രാക്ഷനിലല്ല. പിന്നെ ഏതാണ്, മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് യൂസ് ചെയ്യുക. ഹലോ, മൾട്ടിപ്ലിക്കേഷനിലാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. നമ്മൾ 5 ഇൻറ്റു 2 10 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ, 5ന്റെയും 2ന്റെയും പ്രൊഡക്റ്റ് ആണ് 10 എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടോളി. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്,
ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എ അതേപോലെ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു? പ്രൊഡക്റ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? പ്രൊഡക്റ്റ് കാണാൻ അറിയുമ്പോ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നടക്കണേ. അപ്പൊ അവിടെ മിസ് എ ഇൻറ്റു പിന്നെ ബി. എക്സാമിന് ദാറുലുദന്റെ എക്സാമിന് ഇംഗ്ലീഷിലാ മലയാളത്തിലെ ക്വസ്റ്റ്യൻ വരിക? കഴിഞ്ഞ പ്രാവശ്യം സെഹ്റവിയന്റേത് മലയാളത്തിലാ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്രാവശ്യം മാറ്റും പറഞ്ഞു. ആൺകുട്ടികളെ എക്സാം ആൺകുട്ടികൾക്ക് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് കറക്റ്റിന് അറിയില്ല. ഇത് മനസ്സിലാവണില്ല? ഇംഗ്ലീഷായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇവർ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. അപ്പൊ ആര് പറഞ്ഞിട്ടു മലയാളത്തിലാണ് വരിക എന്നുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പൊ അതേ ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സെഹ്റവിയാസിന്റെ മലയാളത്തിലേനു എന്ന് പറഞ്ഞു കേട്ടിനു. പക്ഷെ ഇപ്രാവശ്യം അതിലെന്തോ മാറ്റം വരുത്തും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയപ്പം സയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓരോ ടേംസ് ഒന്നും നമ്മൾ മലയാളത്തിൽ പഠിക്കാത്ത പോലെ. പിന്നെ അതുപോലെ പിന്നെ ജെറ് അതുപോലെ നെഹി അതൊക്കെ പിന്നെ 7ാം ക്ലാസ്സിലല്ല, ഇത് ഇവർക്ക് ഉണ്ടാവും. ഇവരെ ഇതിലുണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ നെഹിയോ അതൊക്കെ പിന്നെ 5ാം ക്ലാസ്സിലുണ്ടോ? 5ാം ക്ലാസ്സിലെ മുലാരി ആ ഭാഗം മുലാരി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുണ്ട്, ഞാന് PM ചോദിക്കണേ വിചാരിച്ചു, ഞാൻ പിന്നെ മറന്നതാണ്. അമ്രുണ്ടോ? അമ്രുല്ല. ഓക്കെ. മാലി മുലാരി ഉണ്ട്. അതുപോലെ സൊറഫാക്കാൻ, ചെറിയ രൂപത്തിൽ സൊറഫാക്കാനുണ്ട്. ഓക്കെ. ഇത് രണ്ട് ആൾക്കാർ കൂടെ നിങ്ങൾ ക്ലാസ് എടുക്കണത്? മറ്റവരുണ്ട് വേറെയാണല്ലേ? ശരി. എന്നാ ഓക്കെ. എന്നാൽ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ PM ചോദിക്കാം. ഓക്കെ. അമ്രു നെഹി അതിന്റെ കൂടെ വേറെ കുറെ സംഭവങ്ങളുണ്ട്. ഒരിക്കൽ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ അല്ലെ? ഓക്കെ. ഡിസ്റ്റർബ് ആയ ക്ലാസിന്റെ ഇടയിൽ? കുഴപ്പമില്ല. അത് അമ്ര് ബേസിക് ആയിട്ട് അറിയേണ്ടതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ ഞാൻ വേറെ കുട്ടികള് ചോദിച്ചിനും, അപ്പൊ ഓൽക്കൊക്കെ 5ാം ക്ലാസ് കുട്ടികൾക്ക് തന്നെ ഇത് അറിയാം. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത്. ഇനി മനസ്സിലായില്ലേ? പറഞ്ഞാ മതി. ആയിക്കോട്ടെ. ഓക്കെ. ഞാൻ ചോദിച്ചിട്ട് വേണേ ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞ മനസ്സിലായോ? ഹലോ. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളത് 8640 എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോ ഒരു സംഖ്യനെ വേറൊരു സംഖ്യനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് 8640 എന്നുള്ളതാണ്. ഓക്കെ. ഇത് നിങ്ങളെ LSSന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പൊ നോക്കിയോളി, ശ്രദ്ധിച്ചോളിട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങോട്ട് നമുക്കൊരു ക്ലൂം പാടെ തന്നിട്ടുണ്ട്. എന്ത്? 1 നമ്പർ ഈസ് 96. അപ്പൊ ഈ AB എന്നുള്ളതിൽ ഏതോ ഒരു നമ്പർ എന്താണ്? 96 ആണ്. അപ്പൊ ഏതോ ഒരു നമ്പറിനെ നമ്മൾ 96 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ ആണെന്ത്? 8640 എന്നുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ മറ്റേ 96ന്റെ കൂടെയുള്ള മറ്റേ നമ്പർ ഉണ്ടല്ലോ, അത് ഏതാന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, A, B. ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് 8640. നമ്മളോട് പറഞ്ഞു അതിലുള്ള ഒരു നമ്പർ എന്നുള്ളത് A എന്നുള്ളത് എന്താണ്? 96 ആണ്. അങ്ങനെയാണെങ്കിൽ B എന്നുള്ള നമ്പർ എത്രയാണ്? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മളെ മറ്റേ 10ന്റെയും അതേപോലെ 2ന്റെയും 5ന്റെയും 2ന്റെയും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5, 2 എന്നുള്ള രണ്ട് നമ്പേഴ്സ്. ഓക്കെ. അതിന് നമ്മൾ 5, 2 എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. പകരം നമ്മളോട് എന്താ പറയുന്നത്? A, B എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അതിനെ രണ്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടും. നമ്മളോട് പറയാണ് അതിലുള്ള ഒരു നമ്പർ എന്നുള്ളത് A എന്നുള്ളത് 5 ആണ് എന്ന് പറയാം. അതിൽ B ഏതാന്ന് നമ്മളോട് ചോദിക്കാൻ. ഓക്കെ.
ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ മനസ്സിലായാലൊന്ന് തംസപ്പ് അടിക്കോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. ഓക്കെ മനസ്സിലായി? റസീൻ ഒരൊട്ടൂടി പറയട്ടെ? മനസ്സിലായിനോ? ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് ആ രണ്ടാമത്തെ നമ്പറിനാണ് അല്ലേ? ആ നമ്പർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പം? നമ്മളെ മറ്റേ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5 ഇൻറ്റു ഡാഷ് 10 ഉള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഉള്ളത് നമുക്കറിയാം 5 എത്രയാണ് 10? 2 ആയിരിക്കും അല്ലേ? 5 എത്രയാണ് 10? 5 ഇൻറ്റു 1 5 5 ഇൻറ്റു 2 10 അല്ലേ? അപ്പൊ ഈ 2 ആയിരിക്കും നമുക്ക് കാണാനുള്ള മാർഗം എന്താണ്? ഈ 10നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടൂലേ? ഈ ആൻസർ ആയിട്ടുള്ള 10 ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയ 10 ഉണ്ടല്ലോ, ആ 10നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടിയത് എന്ന് മനസ്സിലാകാം. അതായത് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ കഴിയും, നമ്മൾ 2 കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? ഹലോ അങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ കാണേണ്ട ഈ 8640 എന്നുള്ളതിന്റെ ഒരു നമ്പർ 96 ആണെങ്കിൽ മറ്റേ നമ്പറിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8640 ഡിവൈഡഡ് ബൈ 96 ചെയ്താൽ മതി. ഓക്കെ, ഇത്ര വലിയ സംഖ്യ നിങ്ങൾക്ക് വരലുണ്ടാവില്ല. ഓക്കെ, ഹലോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഹലോ ആ മനസ്സിലായിക്കണോ? പിന്നെ ഞാനൊരു വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായോളൂ. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് അതിന്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു നമ്പർ നമുക്ക് തരും, മറ്റേ നമ്പറിനെ കാണാനും പറയുകയാണെങ്കിൽ ഈ ആൻസർ കിട്ടിയതിന് നമ്മൾ എന്താക്കിയാൽ മതി? ആ ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് പറയട്ടെ? ഹലോ അടുത്ത് പറയട്ടെ? അടുത്ത് നമ്മൾ ഫ്രാക്ഷൻ പറയാൻ പോവാണ് കേട്ടോ. ആർക്കെങ്കിലും ഫ്രാക്ഷൻ എന്താ അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. എത്രാം ക്ലാസ്സിനാ പഠിച്ചത്? 4ാം ക്ലാസ്സിന്. 4ാം ക്ലാസ്സിന് പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ എന്താ ബേസിക് അറിയാലേ? ഓക്കെ, അപ്പൊ നമ്മള് ഏതൊരു സാധനം എടുക്കണം. ഇപ്പൊ ഈ ഒരു പിക്ചർ കണ്ടില്ലേ? ഇതെന്തിന്റെ പിക്ചറാ? ഒരു പിസ്സന്റെ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ച ഒരു പിക്ചറിലെ ഓംലെറ്റിന്റെ പിക്ചർ പോലല്ലേ? ആ ഇതിൽ നമ്മൾ എന്താക്കിക്കാണ്, ഇവിടെ എന്റെ വീട്ടില് 3 ആൾക്കാരുണ്ട്. അപ്പൊ 3 ആൾക്കാർക്ക് നമ്മൾ ഈ സെയിം പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിക്കാണ്. ഓക്കെ, അങ്ങനെ ഈ ടോട്ടൽ ആയിട്ടുള്ള ഉണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ടോട്ടൽ ആയിട്ടുള്ള ഇതിന്റെ പേരാണ് ഹോൾ എന്നുള്ളത്. ഇതിനങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിന്റെ പേരാണ് ഫ്രാക്ഷൻ എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമ്മള്
ഫ്രാക്ഷനിൽ എഴുതുമ്പം അവിടെ എന്തുണ്ടാകും? ഒരു ന്യൂമറേറ്റർ ഉണ്ടാകും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ 3 പീസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എത്ര പീസാണ്? 3 പീസ്. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു സംഖ്യ ഉണ്ടല്ലോ 3 എന്നുള്ളത്, അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ എത്ര പീസാണോ അതിന് എടുക്കുന്നത്, ഇപ്പൊ ഈ 3 പീസിന്ന് ഒരു പീസ് ഞാൻ ആർക്ക് കൊടുക്കുകയാണ്? റെയ്ഹാന് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താക്കുക? ഇവിടെ ന്യൂമറേറ്ററിൽ എഴുതുക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 1/3, 3ൽ ഒരു ഭാഗം. മനസ്സിലായോ? അങ്ങനെ ഒരു ഭാഗം പോയതാണ് ഇവിടെ കാണുന്നത് 1/3. ആദ്യം 3 പാർട്ട് ഉണ്ടായിരുന്നു, അതിലിപ്പോ ഒരു ഭാഗമാണ് പോയത്. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താകാണ്? ഇതിലെ ഒരു പാർട്ടും കൂടെ, ഈ പാർട്ട് ഞാൻ റെയ്ഹാന് കൊടുത്തു, ഇനി ഈ ഒരു പാർട്ടും കൂടെ ഉണ്ട്, ഈ പാർട്ട് ഞാൻ റസീനും കൊടുത്തു. അപ്പൊ ഇതിൽ എത്ര പാർട്ട് പോയി? 2. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? 2/3. യെസ്, 2/3. 3 പാർട്ടേനും ഉണ്ടായിരുന്നത്, അതിൽ 2 പാർട്ട് പോയി, 3ൽ 2. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ ഈ മൂന്നാമത്തെ പാർട്ട് മാർക്ക് കൊടുക്കാണ്, അംജദിന് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 3/3. യെസ്, 3/3. 3/3 പറയുമ്പോ എന്തായി? 3ൽ 3 ഭാഗം, അതായത് ആ ടോട്ടൽ ഹോൾ ഒന്ന് മുഴുവനായിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് ഓരോന്ന് എങ്ങനെ ഫ്രാക്ഷനിലാക്കാൻ നോക്കട്ടോ. ഓരോരുത്തർ പറയണേ. ഇതെങ്ങനെ എഴുതുക? ഇതിൽ കളർ ചെയ്ത പാർട്ട് എത്ര ഉണ്ട് എന്നാ പറയാ? 1/3. യെസ്, 1/3. അടുത്ത ഇതിലോ? ഓറഞ്ച് കളർ പാർട്ട്, ഓറഞ്ച് കളറില് കളർ ചെയ്തിട്ടുള്ള പാർട്ട് ഏതാ? എത്ര എണ്ണം ഉണ്ട്? എത്ര ഫ്രാക്ഷനിലാ ഉള്ളത്? 2/8. യെസ്, 2/8 ആണോ? ടോട്ടൽ ഇത് എത്ര എണ്ണ ഉള്ളത്? 8. 1 2 3 4 5 6 7 8 9 10 അല്ലേ? അപ്പൊ എത്ര വരിക? 2/10. കളർ. വെരി ഗുഡ്, 2/10. ഓക്കെ, ഇനി ഇതില് ഗ്രീൻ കളർ ചെയ്തതോ? 2/6. യെസ്, വെരി ഗുഡ്, 2/6. ഇതില് ഫുഡ് കഴിച്ച് കഴിഞ്ഞതോ? ചോക്ലേറ്റ് തിന്ന് കഴിഞ്ഞത് എത്രയുള്ളത്? 3/6. യെസ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്താ സംഭവം? എങ്ങനെ പറയുന്നത് മനസ്സിലായോ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കട്ടെ ഇനി. ഇതില് ഞാനിപ്പം 2 പാർട്ട് ഇതിന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫ്രാക്ഷനിൽ പറയാം? റസീന പറയൂ. കാണുന്നുണ്ടോ? ഇന്ന് ഞാൻ 2 പാർട്ട് മാത്രം എടുക്കുകയാണ്. അപ്പൊ എത്രയായിരിക്കും? എങ്ങനെ നമ്മൾ ഫ്രാക്ഷനിൽ പറയാ? 2/8. യെസ്, വെരി ഗുഡ്, 2/8. ഇനി അടുത്ത റെയ്ഹാൻ പറയില്ലേ? ഇതിൽ എത്രയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞത്? റെയ്ഹാൻ. ഇതിൽ എത്രയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞത്? എത്രയാണ്? 2. 2/1.
4 2 ബൈ 5 2 3 4 5. ഓക്കെ 5. അപ്പൊ 2/5. ഓക്കെ വെരി ഗുഡ്. ഇനി അടുത്ത് അംജദ് പറയൂ, ഇതിൽ എത്ര? 2/5 2/5. ഫുഡ് കഴിച്ച് കഴിഞ്ഞതോ? 3 3/5. ഓക്കെ 3/5. വെരി ഗുഡ്. ഇനി അബ്ദുള്ള, ഇതിൽ എത്ര കഴിച്ചു കഴിഞ്ഞത്? 1 1. അപ്പൊ 1. 1/6 ഓക്കെ 1/6. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇത് മനസ്സിലായില്ലേ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാന്ന്? ഞാൻ അടുത്ത പറയട്ടെ? ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസ് കുറേ ടൈപ്പ് ഉണ്ട്. അതിലുള്ള ടൈപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ. യൂണിറ്റ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ന്യൂമറേറ്റർ ആയിട്ട് വരിക. നമ്മൾ പറഞ്ഞു ന്യൂമറേറ്റർ പറഞ്ഞാൽ മേലുള്ളത്, ഡിനോമിനേറ്റർ പറഞ്ഞാൽ താഴെയുള്ളത്. ഡി യു, യു പറഞ്ഞാൽ മേലെ, ഡി പറഞ്ഞാൽ താഴെ. ഓക്കെ, അപ്പം ഇവിടെ യൂണിറ്റ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ന്യൂമറേറ്റർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. 1/2, 1/7, 1/59. ഇതൊക്കെ എന്താണ്? യൂണിറ്റ് ഫ്രാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത പറയട്ടെ? അടുത്ത ടൈപ്പ് പറയട്ടെ? അടുത്തതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ എന്നുള്ളത് ഡിനോമിനേറ്ററിനേക്കാളും ചെറുതായിരിക്കും. അടുത്ത ന്യൂമറേറ്റർ ഏതാ? 1/2 ന്യൂമറേറ്റർ 1. ഡിനോമിനേറ്റർ ഏതാ? 2. ഓക്കെ, ഡിനോമിനേറ്റർ 2. ഇതിലുള്ള ന്യൂമറേറ്റർ ആണോ വലുത്, ഡിനോമിനേറ്റർ ആണോ വലുത്? ഡിനോമിനേറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അതായത് 2 പാർട്സ് ഉണ്ടെങ്കിലും അതിലുള്ള ഒരു പാർട്ട് എന്ന് പറയും. ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പിക്ചറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതും ആകാന്നല്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. 3/5, 8/9. ഇതിലൊക്കെ എന്താണ്? ഡിനോമിനേറ്റർ ആണ് വലുത് ന്യൂമറേറ്ററിനേക്കാളും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയട്ടെ? അടുത്തതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയണമെങ്കിൽ അതിലെ ന്യൂമറേറ്റർ എന്താകും? ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുത്. ഇവിടെ ന്യൂമറേറ്റർ ആയിരിക്കും എന്ത്? വലുത്. ഡിനോമിനേറ്റർ എന്തായിരിക്കും? ചെറുതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അതെന്താവില്ല? പ്രോപ്പർ ആവില്ല. അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 8/5 എന്നുള്ളതിലെ ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ന്യൂമറേറ്റർ അല്ലേ? ഓക്കെ, ന്യൂമറേറ്റർ. അപ്പൊ അതെന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതേപോലെ 11/9 എന്നുള്ളതിലെ ഡിനോമിനേറ്റർ ആണോ ന്യൂമറേറ്റർ ആണോ വലുത്? ഓക്കെ, അപ്പൊ അതും എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എങ്ങനെ ഇംപ്രോപ്പർ ആയ മനസ്സിലായോ? നമുക്ക് ഒരു പിക്ചറിൽ 2 പാർട്സ് ആണ് അതിലുള്ളത്. അതിൽ 6 പാർട്ട് എന്ന് പറയാണ്. ഇവിടെ ആദ്യം 2 എണ്ണം കളർ ചെയ്ത് പിന്നെ എന്താകണം? 6 ആണെങ്കിൽ പിന്നെയും വേണ്ടേ? അവിടെ ആ ഒരു പിക്ചറിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അതെന്തായത്? ഇംപ്രോപ്പർ ആയത്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത് പറയാം മിക്സ്ഡ് ഫ്രാക്ഷൻ. അടുത്തത് മിക്സ്ഡ് ഫ്രാക്ഷൻ. മിക്സ്ഡ് ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താ അറിയോ? മിക്സ്ഡ് ഫ്രാക്ഷന്റെ കൂടെ ഒരു ഹോൾ നമ്പറും ഉണ്ടാകും, പിന്നെ ഒരു ഫ്രാക്ഷനും ഉണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ ഫുള്ളായിട്ടും ഉണ്ട്, പിന്നെ ഒരു സർക്കിളിന്റെ പകുതി ഉണ്ട്. അപ്പൊ ഒന്നും 1/2. ഓക്കെ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയാ? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അതേപോലെയുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ് 1 2/6, 8 3/5,
4, 1/9 ഇതൊക്കെ മനസ്സിലായില്ലേ? ആ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാ നമ്മൾ സാധാ ഫ്രാക്ഷൻ ആക്കാൻ അറിയോ? ഇല്ല ഈ 1 ഉണ്ടല്ലോ, ഈ 1 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ 1 2/6 എന്നല്ല ഉള്ളത്. അപ്പൊ എന്താകും? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 2/6 മാത്രാവും. ഓക്കെ ഓക്കെ. ആ അതേപോലെ ഇതിനെ നമ്മൾ സാധാ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാവും? 8 3/5 എന്നുള്ളതിന് 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? 24/5 വരും. ഓക്കെ ആ ഓക്കെ. ഇനി അടുത്തെടുക്കട്ടെ. ആ ഹലോ, അടുത്തെടുക്കട്ടെ. നമ്മൾ യൂണിറ്റ് ഫ്രാക്ഷൻ പറഞ്ഞു, പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സ്ഡ് പറഞ്ഞല്ലേ? നമ്മൾ പറയാൻ പോകുന്ന ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഉണ്ടല്ലോ, അടിയുള്ളത് അതെപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ആ ഇവിടെ എന്താ 2/6, 8/6, 3/6 ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഒക്കെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? ആ നമുക്കിതിനെ എന്ത് പറയാം? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. അതുപോലെ 1/9, 4/9, 5/9 ഇതിലൊക്കെ ഡിനോമിനേറ്റേഴ്സ് 9 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ. ആ ഇനി അടുത്തത് അൺലൈക്ക് ഫ്രാക്ഷൻ. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫ്രാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഡിനോമിനേറ്റർ എന്താവില്ല? സെയിം ആകൂല. അത് കണ്ടോ? ഒന്നിന്റെ 6 ആണ്, ഒന്ന് 9 ആണ്, ഒന്ന് 3 ആണ്, ഇവിടെ ഒന്ന് 9, ഒന്ന് 4, ഒന്ന് 8. അപ്പൊ ഇതൊന്നും എന്തല്ല? ലൈക്ക് ഫ്രാക്ഷൻ അല്ല. അതേപോലെ ഇതൊന്നും എന്തല്ല? ലൈക്ക് ഫ്രാക്ഷൻ അല്ല. പകരം എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ആ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ, ആ അടുത്ത പറയട്ടെ. ആ അടുത്തതാണ് ഈക്വലന്റ് ഫ്രാക്ഷൻ. ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷന്റെ സെയിം വാല്യൂ ഉള്ള മറ്റൊരു ഫ്രാക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ, അതിന്റെ പേരാണ് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് 2/6 കിട്ടിയില്ലേ? അതായത് നമ്മളെ ഒരു ചിത്രത്തിനെ 6 ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഒരു സർക്കിളിനെ 6 ആക്കി ഡിവൈഡ് ചെയ്യാണ്. അതിലുള്ള 2 അല്ലേ? ആ അതേപോലെ തന്നെ നമ്മളൊരു സർക്കിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിലുള്ള 2. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും കളർ ചെയ്ത പോർഷൻ നോക്കി. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതിലുള്ള 1ഉം അതേപോലെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിലുള്ള 2ഉം രണ്ടും ഏകദേശം സെയിം പോർഷൻ അല്ലേ വരുന്നത്? അല്ലേ? അല്ലേ? സെയിം ആയിട്ടല്ലേ വരുന്നേ? നിങ്ങൾക്ക് മനസ്സിലായില്ലോ? മനസ്സിലായില്ലേ? അങ്ങനെയല്ല ഇതിനെയാണ് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കി. 2/3, 4/6. 3ലെ 2 എന്നുള്ളതും 6ലെ 4 എന്നുള്ളതും. അപ്പൊ ഇതിൽ നമ്മൾ എന്താക്കാണ്? ഇപ്പൊ 1/3 ആണ് നേരത്തെ പറഞ്ഞത്. ഇതിൽ നമ്മൾ 3ല് 2 പോർഷനും എടുത്തു. അങ്ങനെ വരുമ്പോൾ 6ലെ 2 പോർഷനും പാടെ 4 പോർഷൻ ആക്കി. അങ്ങനെ വരുമ്പോൾ എന്തായി? ഇത് രണ്ടും സെയിം ആയിട്ട് വരുന്നില്ലേ? പിക്ചർ നോക്കുമ്പോൾ ആ സർക്കിളിന്റെ ഏകദേശം ഒരേ അളവല്ലേ ഇതിൽ രണ്ടിലും പോണത്? അല്ലേ? ഇങ്ങനെയല്ല, ഇനിയാണ് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
ആ ഇക്വലന്റ് ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് കൊടുത്തിട്ടുള്ള സംഖ്യ ഉണ്ടല്ലോ, ഏത് സംഖ്യയാണോ ഉള്ളത് അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എന്താക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക. അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പേഴ്സിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ 2 എന്താക്കി, 2 ഡിവൈഡ് ചെയ്തു, 6 ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1/3 കിട്ടി. 2 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 1. 2 ഡിവൈഡഡ് ബൈ 2 6 ഡിവൈഡഡ് ബൈ 2 3. ഓക്കെ, അപ്പൊ നമുക്ക് 2/6ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ടുള്ള 1/3 കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഒരു ഫ്രാക്ഷന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണ് അടുത്ത കൊടുത്തത്. 2/3ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എന്താക്കി, നമ്മൾ 2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ 3നെയും നമ്മൾ എന്തായി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടി, 2 × 2 4, 3 × 2 6 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായോ? ടോട്ടൽ ഇതാണ് പറയുന്നത്. ഒരു ഫ്രാക്ഷന്റെ ഇക്വലന്റ് ഫ്രാക്ഷനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എന്നാ ഞാൻ അടുത്ത പറയട്ടെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന അഡിഷൻ ആണ്. നിങ്ങൾക്ക് ലൈക്ക് ഫ്രാക്ഷനിലുള്ള അഡിഷന് വരാൻ ചാൻസ് ഉള്ളൂ. അതായത് ലൈക്ക് ഫ്രാക്ഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞേ, സെയിം സെയിം ഡിനോമിനേറ്റർ ആണ് അടിയിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഡിഷൻ ചെയ്യാൻ എന്താ ചെയ്യുക, പിന്നെ ന്യൂമറേറ്ററിന് മാത്രം പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ട് 2/6 + 8/6. നമ്മൾ എന്താക്കും, 8 + 2 10. പിന്നെ നമ്മളെ ഡിനോമിനേറ്റർ അതേപോലെ 10/6 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. 3/5 + 2/5. അതിന്റെ ആൻസർ എത്ര വരിക? 5/5. യെസ്, വെരി ഗുഡ്. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ഉള്ളത്. 5/9 മൈനസ്, ഇത് സബ്ട്രാക്ഷൻ കേട്ടോ. സബ്ട്രാക്ഷൻ ഇതേപോലെ തന്നെ ലൈക്ക് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെ മാത്രം മൈനസ് ചെയ്യാം. ഓക്കെ, 5/9 മൈനസ് 1/9 എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും? 4/9. യെസ്, 5 മൈനസ് 1 4. അപ്പൊ 4/9. ന്യൂമറേറ്റർ രണ്ടും നമ്മൾ മൈനസ് ചെയ്തു, അങ്ങോട്ട് ശേഷം എന്തായി, ഡിനോമിനേറ്ററിനെ അതുപോലെ ഇവിടെ എഴുതി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അൺലൈക്ക് ഫ്രാക്ഷനിലുള്ള അഡീഷനും സബ്ട്രാക്ഷനും ആണ്. അത് പറയണോ? നിങ്ങൾ പഠിച്ചിക്കണോ? ബട്ടർഫ്ലൈ മെത്തേഡ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യും, അതായത് രണ്ടും പ്ലസ് ചെയ്തിട്ട് ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്ററിലും കൊടുക്കും. അതായത് 3 × 2 എത്രയാണ്? നമുക്ക് 2/6 + 4/3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലുള്ള ന്യൂമറേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 3 × 2 എത്രയാണ്? 6 അല്ലേ? ആ 6 + 6 × 4 എത്രയാണ്? 24. ഡിവൈഡഡ് ബൈ 6 × 3 എത്രയാണ്? 18 ചെയ്യും. ഓക്കെ, നിങ്ങൾ പഠിച്ചിക്കണോ? ഇങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക. 6 എന്നുള്ളതിന്റെയും 3 എന്നുള്ളതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പൊ എന്താകും, 2 പോണ സംഖ്യ എടുക്കും. 6ലും 3ലും പോണത് ഏതാണ്? 6 × 3 എത്ര? 3. ഓക്കെ,
ഓക്കെ 3 പോകും ഓക്കെ. അപ്പൊ 6ൽ എത്ര പ്രാവശ്യം 3 പോകുക? 2 2 ടൈംസ്. പിന്നെ എവിടെ 3ലോ? 3 1 അല്ലേ? 1 1. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ഈ ന്യൂമറേറ്ററിനെ ഈ 6നെ നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6ന് നമ്മൾ 2 പ്രാവശ്യമല്ലേ പോകുക. അപ്പൊ 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടും? നമുക്ക് 1/2 എന്ന് കിട്ടും അല്ലേ? അതുപോലെ ഈ 4/3ല് നമ്മൾ പറഞ്ഞു 3ല് 3 എന്നുള്ളത് 1 ടൈംസ് ആണ് പോകുക അല്ലേ? അപ്പൊ ഇതിന് ഇവിടെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിന് ഇവിടെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും അല്ലേ? ഹലോ, ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ എന്താക്കുക? 1 + 1 2/3. ആൻസർ നമുക്ക് 2/3 എന്ന് കിട്ടും അല്ലേ? ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് സുഖം ബട്ടർഫ്ലൈ മെത്തേഡ് കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമ്മൾ ഇതിൽ എത്ര ഉണ്ട് നോക്കേണ്ടി വരില്ല. മറ്റേത് ഇതിൽ എത്ര ഉണ്ട് നോക്കേണ്ടി വരും. ഓക്കെ, 2ൽ പോണ സംഖ്യ നോക്കേണ്ടി വരില്ലേ? ബട്ടർഫ്ലൈ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ നേരെ എന്താക്കുക? 3 × 2 6 × 4 ചെയ്യുക, പിന്നെ 6 × 3 ചെയ്യുക. അപ്പൊ 3 × 2 ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് എന്താക്കുക? 3 × 2 6 എഴുതുക. പിന്നെ ഇവിടെയുള്ള സൈൻ ഏതാണ്? പ്ലസ് അല്ലേ? അപ്പൊ പ്ലസ് സൈൻ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ 6 × 4 എത്രയാണ്? 24 അല്ലേ? 24 എഴുതണം. എന്നിട്ട് പിന്നെ ഫ്രാക്ഷൻ ഡിവിഷൻ ചെയ്യുക, ഡിവിഷന്റെ സൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താക്കുക? 6 × 3 അടിയിലുള്ള 2 സംഖ്യകൾ ഡിനോമിനേറ്റേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 18 കിട്ടും. അപ്പൊ എത്രയാണ്? 24 + 6 30. 30/18 ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇതിന്റെ സബ്ട്രാക്ഷനും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എടുത്തുകണോ? NCERT ബുക്കിൽ എടുത്തതായിട്ട് കണ്ടു, പക്ഷെ എന്താ മറ്റേ കേരള സിലബസിൽ ഇതങ്ങനെ കണ്ടിട്ടില്ല. എടുത്തുക്കണോ അറിയോ? ഇല്ല, എടുത്തിട്ടില്ല. ഓക്കെ. അടുത്ത പറയട്ടെ. ഇപ്പം അഡിഷൻ സബ്ട്രാക്ഷൻ നമ്മൾ നോക്കി അല്ലേ? ലൈക്ക് ഫ്രാക്ഷനിലുള്ളതും അൺലൈക്ക് ഫ്രാക്ഷനിലും. അൺലൈക്ക് ഫ്രാക്ഷനിലാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടും, പിന്നെ ലൈക്ക് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്ത് അങ്ങോട്ട് ന്യൂമറേറ്ററിനെ മാത്രം പ്ലസ് ചെയ്ത് മൈനസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നേക്കണം. ഇത് ചെയ്താൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, ഇതിലുള്ള ഫ്രാക്ഷന്റെ ടൈപ്പ് ഏതാന്ന് പറയാൻ വേണ്ട. ഇപ്പം 7/9 എന്നുള്ളത് ഏത് ടൈപ്പ് ഫ്രാക്ഷൻ ആണ്? യൂണിറ്റ് ഫ്രാക്ഷൻ ആണോ? പ്രോപ്പർ ആണോ? ഇംപ്രോപ്പർ ആണോ? മിക്സ്ഡ് ആണോ? ലൈക്ക് ആണോ? അൺലൈക്ക് ആണോ? ഇക്വലന്റ് ആണോ? ഏത് ടൈപ്പ് അറിയോ? ഏത് ടൈപ്പ് അറിയോ? യൂണിറ്റ് ഫ്രാക്ഷൻ ആണോ? യൂണിറ്റ് ആണോ? യൂണിറ്റ് ആവില്ല. 1 ന്യൂമറേറ്ററിൽ വരുമ്പോഴല്ലേ? ഇപ്പൊ 7/9 1 ആണോ ന്യൂമറേറ്ററിലുള്ളത്? പ്രോപ്പർ. യെസ്, വെരി ഗുഡ്. പ്രോപ്പർ ഫ്രാക്ഷൻ. ആരാ പറഞ്ഞേ? അംജദ്. വെരി ഗുഡ്. ഇനി അടുത്ത്
13/5 ഇത് ഏത് ഫ്രാക്ഷനാ 13/5? Improper. പ്രോപ്പർ ആണോ? 13/5. Improper. യെസ്, വെരി ഗുഡ്, ഇംപ്രോപ്പർ. ഇനി അടുത്തത് Number of the numerator if the number of the numerator is less than the number of the denominator, it's improper. If it's bigger than denominator, it's not proper. ഓക്കെ. ഇനി അടുത്ത ചോദിക്കട്ടെ. 4/4. 4/4 ഏതാ? Equivalent fraction. ഇക്വലന്റ് ആണോ? ഇക്വലന്റ് എങ്ങനെയാ നമ്മളൊക്കെ പറഞ്ഞത്? അതിന് സിംപ്ലിഫൈ ചെയ്താണ്ട് വേറെ ഒന്നുകൂടെ ഉണ്ടാവും ഇക്വലന്റ് കാണുമ്പോ. ഓക്കെ, ഇത് 4/4 ലൈക്കിലും വേറെ ഒന്നുണ്ടാകും. യൂണിറ്റ് ഫ്രാക്ഷൻ ആണോ, പ്രോപ്പർ ആണോ, ഇംപ്രോപ്പർ ആണോ, മിക്സ്ഡ് ആണോ? പ്രോപ്പർ ആണോ? Proper ആണ്. പ്രോപ്പർ അല്ല, ഇത് ഇംപ്രോപ്പർ ആണ് കേട്ടോ. ഇതിന്റെ ഡിനോമിനേറ്റർ 4 അല്ലേ? 4-നേക്കാളും ചെറിയ സംഖ്യ അല്ലല്ലോ ഇവിടെ ഉള്ളത്. 4 എന്നുള്ള സെയിം നമ്പർ അല്ലേ? അങ്ങനെ വരുമ്പോ നമ്മൾ അതിന് ഇംപ്രോപ്പർ ആയിട്ടാട്ടോ കൂട്ടുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത പറയട്ടെ. പ്രോപ്പർ ഇക്വാലന്റ് ഒക്കെ സ്കൂളിൽ ഇപ്പൊ പഠിപ്പിച്ചെന്നു. ആ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇക്വാലന്റിന് 4 ടൈംസ് 4 കുറച്ച് സിമ്പിൾ ഫോമിലാക്കിയിട്ട് 1/2 അതേമാതിരി വേറെ ക്വസ്റ്റ്യൻ അതേ ആൻസർ ആണെങ്കിൽ അത് ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ പഠിച്ച ഓർമ്മയുള്ളൂ. ഒരേ ഇതിനോട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടണേ അല്ല ഉദ്ദേശിച്ച്. ഇപ്പൊ ഇതിന്റെ ഇക്വലന്റാ നമുക്ക് പറയാം. ഏതിനറിയോ? 1/1 ഇതിന്റെ ഇക്വലന്റാ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം 4/4 1 ഇക്വലന്റ് ഫ്രാക്ഷൻ ആകുമ്പോൾ അതിന്റെ കൂടെ വേറെ ഒന്നും കൂടെ വരും. ഒരു ഫ്രാക്ഷന്റെ ഇക്വലന്റ് ആണ് മറ്റൊരു ഫ്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇക്വലന്റ് അല്ലാന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഹലോ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് 0/11. ഇത് ഏതാണ്? ലൈക്ക് ആണോ? ലൈക്ക് അല്ല, യൂണിറ്റ് ആണോ, പ്രോപ്പർ ആണോ, ഇംപ്രോപ്പർ ആണോ, മിക്സ്ഡ് ആണോ? പ്രോപ്പർ. യെസ്, പ്രോപ്പർ. അടുത്ത 19/19 ഏതാ? ഇംപ്രോപ്പർ. യെസ്, വെരി ഗുഡ്, ഇംപ്രോപ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. 3/6 എന്നുള്ളതിന് അതിനൊരു ലൈക്ക് ഫ്രാക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം, അതിനൊരു അൺലൈക്ക് ഫ്രാക്ഷൻ വേണം, പിന്നെ അതിനൊരു ഈക്വലന്റ് ഫ്രാക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ 3/6ന്റെ ഒരു ലൈക്ക് ഫ്രാക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം? 3/6 ലൈക്ക് ഫ്രാക്ഷൻ എങ്ങനെ കാണുക? അറിയോ? ലൈക്ക് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞേ? ലൈക്ക് ഫ്രാക്ഷനിൽ എങ്ങനെ ഉണ്ടാവുക? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ 3/6ന്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ ഉണ്ടാക്കി നമുക്ക് അതിന്റെ ലൈക്ക് ഫ്രാക്ഷൻ ഉണ്ടാക്കി കൂടെ? 4/6. Yes, 4/6. 3/6, 4/6, 6/6, 5/6. ഓക്കെ, ഒക്കെ എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അൺലൈക്ക് ഫ്രാക്ഷൻ വേണം. അതെങ്ങനെ ഉണ്ടാക്കാം? 25. എങ്ങനെ? ഇതെന്നാണെങ്കിൽ 6/3. 6/3. ഓക്കെ, 6/3 ആകും. ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി? അൺലൈക്ക് ഫ്രാക്ഷൻ ആയി അല്ലേ? ഇവിടെ 6 ആണ് ഡിനോമിനേറ്റർ, ഇവിടെ 3 ആണ് ഡിനോമിനേറ്റർ. അതല്ല ഇനിയിപ്പം 3/4 കൊടുക്കാണ്, അപ്പോഴും എന്തായി? അൺലൈക്ക് ഫ്രാക്ഷൻ ആയി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ഉണ്ടാക്കാനാണ്.
3/6 ഇക്വലന്റ് ഫ്രാക്ഷൻ എങ്ങനെ ഉണ്ടാക്കുക? ഒന്നെങ്കിൽ നമ്മൾ എന്താക്കുക, അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ നമ്മൾ 3, 2 അതിന് രണ്ടിനും നമ്മൾ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ എങ്ങനെ ഉണ്ടാക്കുക? ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും സംഖ്യനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6നെ ഏതിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? സിമ്പിൾ ആയിട്ട് 2 കൊടുക്കല്ലേ? 2 കൊടുക്കല്ലേ? അപ്പൊ 6 × 2 എത്ര? 6 into 12. 12. 3 × 2 ആവും 3 × 2 അല്ലേ? നമുക്ക് എത്ര കിട്ടി? 6/12 കിട്ടി. അപ്പം 3/6ന്റെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്ത്? 6/12. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്താണ്ട് എങ്ങനെയാ ചെയ്യാ? 3ലും 6നും പോണ രൂപത്തിൽ ഇപ്പൊ നമ്മള് 1ന് കൊടുക്കുകയാണ്, 3ന് കൊടുക്കുകയാണ്. ഓക്കെ, 3ൽ എത്ര പ്രാവശ്യം 3 പോകും? 1 ടൈംസ് അല്ലേ? പിന്നെ 6ൽ എത്ര പ്രാവശ്യം 3 പോകും ഡിവൈഡ് ചെയ്താല്? 2. 6 ഡിവൈഡഡ് ബൈ 3 എത്ര? 2. ഓക്കെ, അപ്പൊ 1/2. അപ്പൊ 3/6ന്റെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്ത്? 1/2. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത നമ്പറിന് നോക്കുകയാണ്. 5/25. ഈ 5/25 നമ്മൾ ഒരു ലൈക്ക് ഫ്രാക്ഷൻ എഴുതണം, പിന്നെ ഒരു അൺലൈക്ക് ഫ്രാക്ഷൻ എഴുതണം, പിന്നെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതണം. ഓക്കെ, Fraction ഇങ്ങനെ ലൈക്ക് ഫ്രാക്ഷൻ ഒരു എക്സാമ്പിൾ പറയാം. 5/25ന്റെ ലൈക്ക് ഫ്രാക്ഷൻ ഒരു എക്സാമ്പിൾ. 6/25. ഓക്കെ, 6/25. ഇനി അൺലൈക്ക് ഫ്രാക്ഷനോ? Like fraction 25/5. ഓക്കെ, 25/5 പറ്റും. അൺലൈക്ക് ഫ്രാക്ഷനോ? ഓക്കെ, 25/5. ഓക്കെ, അൺലൈക്ക് ഫ്രാക്ഷനുമായി. ഓക്കെ, ഇനി ഇക്വലന്റ് ഫ്രാക്ഷനോ? Equivalent fraction. ഒന്നെങ്കിൽ രണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 5/25 എന്നുള്ളതാണ്. ഒന്നെങ്കിൽ എന്താക്കുക, അതിനെ രണ്ടിനും ഓക്കെ, 5/25 ഇതിനെ രണ്ടിനെ എന്താക്കി, നമ്മൾ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ന്യൂമറേറ്ററിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25ൽ എത്ര 5 ഉണ്ട്? 5 × എത്രയാണ്? 25. 5 അല്ലേ? അപ്പൊ 5 പിന്നെ ന്യൂമറേറ്റർ 5 ഡിവൈഡഡ് ബൈ 5. 5ൽ എത്ര 5 ഉണ്ട്? 5. 1 അല്ലേ? ഓക്കെ, അപ്പൊ 5/25 എന്നുള്ളതിന്റെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്ത്? 1/5. യെസ്, 1/5. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ അതിനെ നമ്മൾ 5/25 എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇപ്പൊ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്തത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ 5 × 2 എന്നുള്ളത് എത്രയാണ്? 10 അല്ലേ? 25 × 2 25 രണ്ട് പ്രാവശ്യം കൂട്ടി നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടൂലേ? യെസ്, അപ്പൊ 10/50. അതെന്താണ്? 5/25ന്റെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 8/24 ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാൽ മതി.
പിന്നെ അടുത്ത പ്ലസ് അഡിഷൻ നോക്കുക 3/11 പ്ലസ് 5/11 എത്രയാണ് ആൻസർ? ലൈക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താക്കിയാൽ മതി? ന്യൂമറേറ്ററിനെ മാത്രം പ്ലസ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതുപോലെ. യെസ്. അപ്പൊ 8/11 ന്യൂമറേറ്റർ മാത്രം പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 + 3 8 ഡിവൈഡഡ് ബൈ നമ്മൾ ഇതേ ഡിനോമിനേറ്ററിന് ഇവിടെ കൊടുക്കുക. അപ്പൊ 11. ഓക്കെ. ഇനി അടുത്ത് 7/15 പ്ലസ് 4/15 എത്ര വരിക? 11/15. യെസ്, 11/15. വെരി ഗുഡ്. അടുത്ത 9/20 പ്ലസ് 6/20 എത്ര വരിക? 15/20. 15/20. 15/20. യെസ്, 15/20. വെരി ഗുഡ്. ഇനി അടുത്തത് സബ്ട്രാക്ഷനില്. സബ്ട്രാക്ഷൻ 10/13 മൈനസ് 6/13 എത്ര വരിക? 10 minus 6. 4/13. Yes, very good. 4/13. അടുത്ത 18/25 മൈനസ് 9/25 എത്ര വരിക? 9/25. Yes, 9/25. Very good. അടുത്ത 14/19 മൈനസ് 5/19 എത്രയാണ്? 9/19. ഓക്കെ, 9/19. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു. അതായത് 3/7 പ്ലസ് ഏതോ ഒരു സംഖ്യ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ 7-ൻ്റെതാണല്ലേ. അപ്പൊ നമുക്ക് 7-ൻ്റെതിനെ നമ്മൾ 1 എന്നിട്ട് എങ്ങനെ എഴുതാം? 7/7 എഴുതി കൂടെ? 7-ൽ 7 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ടോട്ടലായിട്ട് 1 എന്നല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു കേക്ക് ഉണ്ട്. ആ കേക്കിനെ ഞാൻ രണ്ട് പീസാക്കി മുറിച്ചു. ആ 2 പീസും ഞാൻ തിന്നു പറഞ്ഞാൽ എത്ര തിന്നു എന്നർത്ഥം? ഫുള്ള് തരും. ആ ഒരു കേക്ക് ഫുള്ള് തിന്നു എന്നല്ല അർത്ഥം അല്ലേ? അപ്പൊ ഏതൊരു സംഖ്യയും അതിന്റെ ഫ്രാക്ഷന് വരികയാണെങ്കിൽ ഇപ്പൊ 6/6 അല്ലെങ്കിൽ 2/2 3/3 അങ്ങനെ അതിന്റെ ടോട്ടലുള്ള സംഖ്യ തന്നെ അതിന്റെ ന്യൂമറേറ്ററിലും വരികയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലുള്ളത് തന്നെ അതിന്റെ ന്യൂമറേറ്ററും വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഹോൾ, അത് 1 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അവിടെ ഫ്രാക്ഷൻ ആയിട്ട് വരുന്നില്ല, അത് 1 ആയിട്ടാണ് വരുന്നത്. ടോട്ടലാണ് അതിന് പറയുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യന് 3/7 പ്ലസ് ഏതോ ഒരു സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 7/7 ആണ്. ഇവിടെ നമ്മൾ 7 ആയതുകൊണ്ട് കേട്ടോ ഇവിടെ നമ്മൾ 7 ഇട്ട് കൊടുത്ത്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 6 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 എന്നുള്ളടത്ത് 6/6 ആണെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഈ ഒരു സംഖ്യ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താക്കിയാൽ മതി? ഈ സംഖ്യ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? 7/7 മൈനസ് 3/7. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഈ സംഖ്യ കിട്ടും. അതായത് 5 പ്ലസ് എത്രയോ കൂട്ടിയപ്പം നമുക്ക് 10 കിട്ടി. ഒരു എക്സാമ്പിൾ പറയാട്ടോ. 5 പ്ലസ് ഒരു സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. ഓക്കെ, ഇവിടെ നമ്മളോട് പറയാണ് ഈ സംഖ്യ എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. 5 പ്ലസ് എത്രയാണ് 10 ശരിക്ക്? 5 കൂട്ടിയാലല്ലേ 10. അപ്പൊ ആ 5 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 10-ന് 5-ന്ന് മൈനസ് ചെയ്താ പോരെ? നമുക്ക് ഇവിടെ കിട്ടൂലേ? ഇത് 5 നമുക്ക് കിട്ടൂലേ? 10 മൈനസ് 5 എത്രയാണ്? 5 അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ എഴുതേണ്ട സംഖ്യ എത്രയെന്നുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസും. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞത് 3/7 ഉണ്ട്. അതിന് നമ്മൾ ഏതോ ഒരു സംഖ്യ ഉണ്ട്, അതിനോട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/7, അതായത് 1 കിട്ടും എന്ന് പറയണം. അപ്പൊ ഈ ഒരു സംഖ്യനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഈ 7/7 ഉണ്ടല്ലോ ടോട്ടൽ ആൻസർ ആയിട്ടുള്ള അതിൽ നിന്ന് നമ്മൾ എന്തിനാ മൈനസ് ചെയ്യുക? ഈ 3/7 മൈനസ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 മൈനസ് 3 എത്രയാണ്? 4. 4/7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ശരിയാണോ നോക്കാൻ വേണേല് എങ്ങനെ നോക്കാം? ഈ 3/7 നമുക്ക് കിട്ടിയിട്ടുള്ള 4/7 കൂട്ടി നമുക്ക് എത്ര കിട്ടുക നോക്കാം. 4/7 പാടെ കൂട്ടി നമുക്ക് എത്ര ആൻസർ കിട്ടുക? 3 + 4 7/7. യെസ് 7/7. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ശരിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ അറിയാം. ഓക്കെ, അടുത്ത എങ്ങനെ ചെയ്യാം? ഡാഷ് മൈനസ് 2/9 4 ഈസ് 4/9 ആണ്. അപ്പൊ നമ്മൾ അപ്പൊ ആ ഡാഷിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 9 minus 2/9 is equal to 4/9. ഇത്ര 5/9 6/9 is minus 2/9 is equal to 4/9. 9 is equal to 4/9. എങ്ങനെ കണ്ടത്? 2ന്റെ ടേബിൾ നോക്കിയ 4 into 6 അവിടെ 2 മൈനസ് ആക്കാൻ പറഞ്ഞു. അപ്പൊ 6 minus 2 4 ആണ്. ഓക്കെ, ഇത് കാണാനുള്ള ട്രിക്ക് എന്താ അറിയോ? നമ്മളെന്താക്കാ അറിയോ? നമുക്ക് ഇവിടെ കിട്ടാത്തത് ഈ സംഖ്യനല്ലേ. അപ്പൊ ഈ ഇതിന് കിട്ടിയിട്ടില്ല, അതായത് 2/9 എന്നുള്ളതിന് നമുക്ക് കിട്ടിയിട്ടില്ലേ? ഈ 2/9 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി? മൈനസ് 2/9 എന്നുള്ളത് ഇവിടെ എത്തുമ്പോ പ്ലസ് 2/9 ആയി. ഓക്കെ, മനസ്സിലായോ? ഡാഷ് മൈനസ് 2/9 ഈക്വൽ ടു 4/9. അപ്പൊ ഈ ഇതിന് നമുക്ക് കിട്ടാത്തോണ്ട് ഈ ഡാഷ് നമ്മൾ അതേപോലെ വെച്ചിട്ട് നമ്മൾ എന്താക്കി? 4/9ക്ക് ഈ സംഖ്യനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ മൈനസ് ഉള്ള ഈ സംഖ്യ എന്തായി? ഇവിടെ എത്തിയപ്പോ പ്ലസ് ആയി. പ്ലസ് 2/9. അപ്പൊ 4/9 പ്ലസ് 2/9 എത്രയാണ്? 6/9. ആൻസർ കിട്ടില്ലേ? ഓക്കെ, മനസ്സിലായോ? അതായത് ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താകും? പ്ലസ് ആകും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എത്രയാണ്? പ്ലസ് അല്ലേ ഇനിയോ? അപ്പൊ നമ്മൾ ഇവിടെ മൈനസ് ചെയ്തില്ലേ? 7/7 മൈനസ് ചെയ്തില്ലേ? അതാണ് ഡിഫറൻസ്. ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 3/7 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 1, അതായത് 7/7 അല്ലേ? അപ്പൊ നമുക്ക് ഈ ഡാഷിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 3/7 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എന്തായി? ഈ ഡാഷ് മാത്രം ബാക്കി. ഇങ്ങോട്ട് ഈസ് ഈക്വൽ ടു 7/7. ഇതിന് അപ്പുറത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ എന്താണ്? ഇത് പ്ലസ് ആയിട്ടാണ് ഉള്ളത് 3/7. അപ്പുറത്ത് കൊണ്ടുവരുമ്പോ എന്തായി? മൈനസ് 3/7 ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4/7 കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറയട്ടെ? പറ. അത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ? 5/8 plus 2/8 is equal to 7/8. യെസ്, വെരി ഗുഡ്. എങ്ങനെ ചെയ്ത്? 5 plus 2 ഡിനോമിനേറ്റർ പേസ്റ്റ് ചെയ്തു. 7/8 എന്നുള്ള നമ്മൾ എന്താക്കി? ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ പ്ലസ് ആയിട്ടുള്ള 5/8 ഇവിടെ എത്തുമ്പോ എന്തായി? മൈനസ് ആയി. അപ്പൊ 5/8 മൈനസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 2/8. ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. പിന്നെ എല്ലാരും ഇതൊക്കെ ചെയ്ത് നോക്കുക, ഫ്രാക്ഷൻ നന്നായിട്ട് പഠിക്കുക. എന്നാ ശരി. വലൈക്കും അസ്സലാം.